ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞാനിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ്. കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ലൈവ് ഇടുക എന്നൊക്കെ. അപ്പോൾ ലൈവ് എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, അതെങ്ങനെ സ്ട്രീം ചെയ്യുക, കഴിയുക, എൻഡ് ചെയ്യുക എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ. വലിയ വീഡിയോ ആണെന്നല്ല കേട്ടോ, കാരണം കുറേ പേർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. കുറച്ച് പേർക്കൊക്കെ അറിയാത്തതുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കലാണ് കേട്ടോ ഒക്കെ എളുപ്പം. നമ്മൾ ഒരു വീഡിയോ എടുത്ത് വാട്സാപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ അത് വീഡിയോ അങ്ങോട്ട് ഡൗൺലോഡ് ആയി എത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് യൂട്യൂബിലാണെന്ന് നമുക്ക് അത് എളുപ്പം എത്തും. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാമെന്ന് കരുതിയത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഹോം പേജിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ, ലൈവ് തുടങ്ങാനായിട്ട്. അപ്പോൾ താഴത്തെ പ്ലസ് ചിഹ്നത്തിൽ തൊട്ടപ്പോൾ അങ്ങനെ ഗോ ലൈവ് എന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ നടുവിൽ. അപ്പോൾ ഗോ ലൈവിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പേജ് വരും. ഇങ്ങനെയാണ് കേട്ടോ വരിക, പേജ് വരും. ഇതിൽ നമ്മൾ മുകളിൽ കണ്ടാവും സ്ക്രീനിൻ്റെ ആ ചിഹ്നം, അതിൽ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അതായത് പോർട്രേറ്റ് ലൈവ്, നമ്മുടെ സ്ക്രീൻ ലൈവ് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളൊരു ടൈറ്റിൽ എന്തെങ്കിലും അടിച്ചു കൊടുക്കുക, എന്ത് കാണിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ലൈവ് എന്ന് പറഞ്ഞിട്ടാണ് ഇടൽ. എന്നിട്ട് നമ്മൾ ഈ താഴത്ത് ഗ്രീൻ കളറിലുള്ള ഒരു ടിക്കില്ലേ ഏറ്റവും താഴത്ത്, അതിൽ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് ടൈറ്റിൽ ശരിയായിട്ടുണ്ട്, ക്യാപ്ഷൻ. ഇനി ഇത് കളഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ മേലേക്ക് തിക്കിയതാണ് നോട്ട് സെലക്റ്റഡ് എന്ന് കാണുന്നില്ലേ, ഈ നോട്ട് സെലക്റ്റഡിൽ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരും. ഇതിൽ ഏറ്റവും ലാസ്റ്റത്തെ മൂന്നാമത്തെ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. അതിൽ തന്നെ ടച്ച് ചെയ്യണം, മാറി ടച്ച് ചെയ്ത് പോയാൽ പോയി. ഇനി ഞങ്ങളുടെ മുകളിലേക്ക് ഒന്ന് നീക്കിയിട്ട് ഇതിലൊന്നും ഞെക്കരുത് കേട്ടോ, ഇതിലെടുക്കണ്ട. ഈ നോട്ട് സെലക്ട് അതിൽ മാത്രം ചെയ്താൽ മതി. ഇനി നെക്സ്റ്റിൽ പ്രസ് ചെയ്യുക. നെക്സ്റ്റിൽ പ്രസ് ചെയ്താൽ നമുക്ക് അടുത്ത പേജ് കിട്ടും. അപ്പോൾ ഈ പോർട്രേറ്റ് കണ്ടോ, ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ്, ഈ പോർട്രേറ്റിൽ ആദ്യം ഒന്ന് ടച്ച് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ തമ്പനെയിൽ ശരിയാക്കണം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ മാത്രം തമ്പനെയിൽ വയ്ക്കുക. ഈ പെൻസിലിൻ്റെ ഐക്കൺ കണ്ടോ, ഇതിൽ തൊടുമ്പോൾ അങ്ങനെ വരും. ഈ അപ്ലോഡ് തമ്പനെയിൽ ഒന്ന് തൊടുക, പ്രസ് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ളൊരു ഏതെങ്കിലും ഒരു പിക്ചർ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പിക്ചർ സെലക്ട് ചെയ്ത് നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ തമ്പനെയിൽ ഈ ഫോട്ടോ ഇതിലൊന്ന് സെറ്റാക്കിയിടണം, ഒന്ന് നീക്കിയിട്ട് ഒന്ന് ശരിയാക്കിയെടുക്കണം. എന്നിട്ട് ആ മുകളിൽ സേവ് എന്ന് കാണുന്നുണ്ടല്ലോ, ആ സേവിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാൻ ആദ്യം കൂടി ഒന്ന് കാണിച്ചു തരാണ് കേട്ടോ ഫോട്ടോ വയ്ക്കണത്. ഇതിങ്ങനെ ഒന്ന് നീക്കണം, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളൊരു ഫോട്ടോ കൂടെ വെച്ചിട്ട് നേരെ സേവ് ചെയ്യാൻ പറ്റില്ല. സേവ് ചെയ്തു. അപ്പോൾ നമ്മുടെ തമ്പനെയിൽ സെറ്റാവുകയാണ് കേട്ടോ. അപ്പോൾ നെറ്റിൻ്റെ റേഞ്ചിന് നല്ല പ്രശ്നം ഉണ്ടാകും, ഇത്തിരി താമസം. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഗോട്ടിറ്റ് കണ്ടോ ഗ്രീൻ കളറിൽ, ഈ ഗോട്ടിറ്റിൽ നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക. അതിൽ നമ്മൾ ക്യാൻസൽ ശ്രദ്ധിക്കേണ്ട, സ്റ്റാർട്ട് നൗ ഉണ്ടല്ലോ അതിൽ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇങ്ങനെ പേജ് വരുമ്പോൾ ഈ ക്യാമറേൻ്റെയും ഈ വോയിസിൻ്റെയും നമ്മൾ ഓഫാക്കുക. എന്നിട്ട് ഗോ ലൈവ് എന്ന് കാണില്ലേ, അതിൽ ഒന്ന് പ്രസ് ചെയ്യാം. ഗോ ലൈവിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗോയിങ് ലൈവ് കണ്ടോ, ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് അടിച്ച് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കാൻ പോവുകയാണേ. യൂട്യൂബ് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ചാനൽ എങ്ങനെ എടുക്കുക, നമ്മുടെ യുവർ ചാനൽ എങ്ങനെ എടുക്കുക എന്നറിയില്ലേ, പ്രൊഫൈൽ തൊട്ടിട്ട് നമ്മുടെ യുവർ ചാനൽ എടുക്കുക. റേഞ്ച് പ്രശ്നം വരുമ്പോൾ നമ്മൾ ഈ ട്രൈ അഗെയിൻ ഞെക്കി കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് നല്ല റേഞ്ച് പ്രോബ്ലം ഉണ്ടായിരുന്ന സമയത്ത് യുവർ ചാനൽ എടുത്തിട്ട് നമ്മുടെ ചാനലിൽ പോയി. എന്നിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ അപ്പോൾ
ഇട്ട ലൈവ് വരും കേട്ടോ. ലൈവ് തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകണില്ല, നമ്മളതിൽ എത്തിയാലാണ് ലൈവ് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ട്രൈ അഗെയിൻ മാത്രമേ തൊട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പുറത്ത് എൻഡ് സ്ക്രീൻ തൊട്ട് കൊടുത്താൽ പ്രസ് ചെയ്താൽ അത് ലൈവ് കട്ടായി പോകും കേട്ടോ. അപ്പോൾ ലൈവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പ്രൊഫൈൽ എങ്ങോട്ട് വേണമെങ്കിൽ നീക്കാം. ഈ ഇത് ഉണ്ടല്ലോ, വോയിസിൻ്റെയും ക്യാമറേൻ്റെയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ആ പ്രൊഫൈലിലൊന്ന് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ. പ്രൊഫൈലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വരും. അപ്പം നമുക്ക് വോയിസ് മ്യൂട്ടാക്കണമെങ്കിൽ മ്യൂട്ടാക്കാം, വോയിസ് മാറ്റണമെങ്കിൽ മാറ്റാം. നമ്മളിങ്ങനെ മെസ്സേജൊക്കെ ഇടാം നമുക്ക്. ഇനി ഇത് ലൈവ് കഴിയണമെങ്കിൽ നമുക്ക് 2 വഴിയുണ്ട് കേട്ടോ. ലൈവ് നിർത്തണമെങ്കിൽ ഈ പ്രൊഫൈലിൽ തൊട്ടാൽ മുകളിൽ ഒരു ഇൻറ്റു ചിഹ്നം കാണുന്നുണ്ട്. ആ ഇൻറ്റു ചിഹ്നത്തിൽ ഞെക്കിയാലും നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ ലൈവ് നിർത്താനുള്ള രണ്ടാമത്തെ മാർഗ്ഗം എന്താണെന്നറിയോ? നമ്മൾ ആദ്യം ബാക്ക് അടിച്ച് യൂട്യൂബ് എടുത്ത് നമ്മൾ ഗോ ലൈവിന് പോയില്ലേ, അതുപോലെ പ്ലസ് ചിഹ്നം തൊട്ട് താഴത്തുള്ള പ്ലസ് ചിഹ്നം തൊട്ടിട്ട് ഗോ ലൈവ് എടുക്കുക. ഗോ ലൈവ് എടുക്കുമ്പോൾ എൻഡ് എന്നുണ്ടാവും, ക്യാൻസൽ എന്നുണ്ടാവും. അതിൽ നമ്മൾ എൻഡിൽ നിൽക്കിയാൽ നമ്മുടെ ലൈവ് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് അത്രയും നേരം ആ ലൈവിന് കിട്ടിയ വാച്ച് അവർ എത്രയെന്നും കാണാൻ കഴിയും കേട്ടോ.